ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങൾക്കും ഇവിടെ സുഖമാണ്, സേഫാണ്. അപ്പോൾ റമദാനാണ്, 21 നോമ്പായി. അപ്പോൾ എൻ്റെ വീട്ടിൽ കുഞ്ഞൊരു നോമ്പ് തുറയാണ്. അപ്പോൾ ഈ ഒരു നോമ്പ് തുറക്ക് സത്യം പറഞ്ഞാൽ വീട്ടിലുള്ള 4 പേരില്ല കേട്ടോ. ബാക്കി ഉള്ളവരെല്ലാവരും വെച്ചിട്ടുള്ള ഒരു സന്തോഷത്തോടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കുഞ്ഞു നോമ്പ് തുറ. അപ്പോൾ കുറേ കാലമായി ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഒത്തുകൂടിയിട്ട് ഒരാളുണ്ടെങ്കിൽ ഒരാളുണ്ടാവില്ല, മറ്റാളുണ്ടെങ്കിൽ ഇയാളുണ്ടാവില്ല, അങ്ങനെ ഒരു സംഭവമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, അപ്പോൾ നസറത്താത്താൻ്റെ ഡെലിവറി കഴിഞ്ഞു, അവൾ വൈരങ്കോടാണ്. അപ്പോൾ കൂടെ നിൽക്കുന്നത് ഉപ്പമ്മയാണ്. പിന്നെ മോൾക്ക് എക്സാം ആയതുകൊണ്ട് മൂത്തുമ്മ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ സേഫിയും ഹുസ്നാത്തിയും കുട്ടികളും എല്ലാവരും ഉണ്ട്. അളിയന്മാർക്ക് ചില സാങ്കേതിക തടസ്സങ്ങളാൽ വരാൻ പറ്റിയില്ല. ബാക്കി ഇപ്പമ്മാൻ്റെ അനിയത്തിമാരും മരുമക്കളും മക്കളൊക്കെ കൂടിയിട്ടുള്ള ഒരു നോമ്പ് തുറയാണ്. ഇതിൽ പലരും പങ്കെടുക്കാത്തതുണ്ട്, മനഃപൂർവ്വമല്ല, ഓരോരുത്തർക്കും ഓരോ തിരക്കാണ്. അപ്പോൾ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോമ്പ് തുറയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഇട്ടൂടെ. വേറെ ഒന്നുമല്ല, എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞെത്തുമ്പോൾ 5:30 ആവും. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ടൈമില്ല, എല്ലാം റെഡി ആയിട്ടാവും ഞാൻ എത്തുണ്ടാവുക. പിന്നെ ഇത് വീഡിയോ എടുക്കുന്നത് താത്തി സെഫിയൊക്കെ കൂടിയിട്ടാണ്. 5:30 വന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഓരോ ഒരുക്കങ്ങളിലാണ് എല്ലാവരും. ഇന്ന് സ്പെഷ്യലായിട്ട് ചിക്കൻ മന്തിയാണ്, ഉമ്മി സെഫിയും കൂടിയിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. പിന്നെ ബജ്ജ് ഐറ്റംസ് ആയിട്ട് സമൂസ, മുട്ട വെച്ച്, മുളക് വെച്ച്, പിന്നെ ഫ്രൂട്ട്സ് അങ്ങനെയുള്ളതൊക്കെയാണ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഓരോ ദിവസം ഓരോ സെപ്പറേറ്റ് വിഭവങ്ങളാവുമല്ലോ. നോമ്പ് തുറക്കെ ആവുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിപ്പമ്മയുടെ ഒരു അനിയത്തിയാണ് കേട്ടോ. ഈ കുഞ്ഞിമ്മക്ക് 4 മക്കളാണ് ഉള്ളത്. 2 ഇക്കാക്കാരും 2 താത്താരും. താത്താമാരില്ല, ഇക്കാക്കാരും അവരെ ഭാര്യമാരും കുട്ടികളാണുള്ളത്. ഇതിപ്പമ്മാൻ്റെ ഏറ്റവും ചെറിയൊരു അനിയത്തി. ഇതിന് 2 മക്കളാണ് കേട്ടോ ഉള്ളത്, ഒരു ഇക്കാക്കും ഒരു താത്തയും. അതിൽ ഇക്കാക്കില്ല, താത്ത ഉണ്ട്, പക്ഷെ ഇക്കാക്കൻ്റെ ഭാര്യയും കുട്ടികളും ഉണ്ട്. ഇത് പിന്നെ എൻ്റെ ഉപ്പാനെ ഞാൻ പല വീഡിയോസിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഹസനിപ്പോൾ ഇവിടെ ഇല്ല, ഹസനിപ്പോൾ പോയി.
പണിയെടുക്കണ ഒരുത്തനെങ്ങളുണ്ടല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണത് അഭിനന്ദിച്ചേക്കാം. നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോ ബാങ്ക് വിളിക്കും. അപ്പൊ തന്നെ ആ നിരത്തി വെച്ചിരിക്കുന്ന ഭക്ഷണം കണ്ടല്ലോ, അതൊക്കെ ഫ്രീയാ, നമുക്കും കഴിക്കാം. അയ്യോ, അതൊക്കെ മോശമല്ലേ? മോശമാണ്. എന്നാ സാറൊരു കാര്യം ചെയ്യും, വല്ല സ്റ്റാർ ഹോട്ടലെങ്ങാനും പോയി കഴിക്കും. കയ്യിലഞ്ച് പൈസയില്ല, വെറുതെ പട്ടിണി ഇറന്ന് ചാകണ്ടെങ്കിൽ വന്ന് കഴിക്കുക. ഭക്ഷണത്തിന് അങ്ങനെ ജാതി മതമൊന്നുമില്ല. അൽഹംദുലില്ലാ. പിന്നെ ഞങ്ങളെ നോമ്പ് തുറ അടിപൊളിയായിട്ട് കഴിഞ്ഞു. നോമ്പ് തുറ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും നിസ്കരിക്കാനൊക്കെ നിന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് വിളമ്പണമൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ പറ്റിയില്ല. എന്നാലും ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുള്ള് വർത്താനം കാര്യങ്ങളും ഒക്കെ ആയിട്ടിരുന്ന് കുറേ ആയാലും എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ വരുമ്പോഴല്ലേ കൂടാൻ പറ്റുക. അപ്പോൾ ഈ ഒരു ഹാപ്പിനെസ് ഞാൻ ഷെയർ ചെയ്തെന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.